ഹലോ കൂട്ടുകാരെ! എല്ലാവർക്കും സുഖമല്ലേ? ഇതാണ്ടേ ഒരു അരക്കപ്പോളം നമ്മുടെ വെള്ള കടലയുണ്ടല്ലോ അതും, പിന്നെ ഒരു 2 വഴുതനങ്ങ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ കോമ്പിനേഷൻ ഇതുവരെയും ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കിക്കോ. പൊളിയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കടലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടലയാണ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ കടല വേവാനുള്ള പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അതാണ്ട് ഒരു 4 വിസിലൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സ്റ്റീം ഒന്നും പോയിട്ടില്ല. ഇത് അവിടെ നിന്ന് പോട്ടെ. അപ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവേ. ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഇതുപോലെ അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് കത്തിരിക്കയെന്നൊക്കെ പറയും കേട്ടോ. ഞാൻ കൂടുതലായിട്ടും വഴുതനങ്ങ എന്നാ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. പുറം ഭാഗമൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയാവേ. അത്യാവശ്യം ഒന്ന് വെന്ത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ പാകം ആകുമ്പോഴേക്കും ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് വെക്കാവേ. ഞാൻ ആ പാനിൽ നിന്നെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു കുഞ്ഞി സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളർ മാറുന്ന രീതിയിലൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നാൽ മതിയാവേ. അതുവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാകം വരെയൊക്കെ ഒന്ന് മതിയാവും, ഒന്ന് കുഴഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ലേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കടലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനകത്തൊരല്പം വെള്ളം ഉണ്ടായിരുന്നേ. അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ മസാലയായിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർക്കുന്നുള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് പുളിവെള്ളം ചേർക്കരുത് കേട്ടോ. അതിന്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ മസാലയൊക്കെ കടലയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ആവും കേട്ടോ. അതുവരെയും ഒന്ന് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ മസാലയൊക്കെ ആ കടലയിൽ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ പരുവം വരൊക്കെ ആവുമ്പോഴേക്കേ നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ വഴുതനങ്ങയൊക്കെ കഴിക്കാത്തവർക്ക് ഈ കടലയും ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരറിയാതെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഞാനിത് ചോറിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയോടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ.
ഇനി നമുക്ക് വീണ്ടും ഇത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവേ. ആ മസാലയൊക്കെ ആ വഴുതനങ്ങയ്ക്കകത്തും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ദാണ്ടെ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ്. വേറൊന്നും അല്ലടോ, നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, ഒന്നാം പാല്, അതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇതുപോലൊന്ന് മിക്സ് ആക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇതിലേക്ക് ഞാനൊരു സംഭവം ചേർത്തില്ല എന്നുള്ളത്. അതാണ് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവേ. ചേർത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി ഈ തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ. ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നില്ല ഞാനേ. അപ്പൊ ചെറുതായിട്ടൊന്ന് വറ്റുന്നവരെ ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാം. അപ്പൊ കുറച്ച് നേരം ഇത് അവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ദാണ്ടെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാകമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടല വഴുതനങ്ങ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കിക്കോ. പൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോഴ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ. അപ്പൊ ഇനി അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.